പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. യേശുവിൻ്റെ രക്തത്താഴ്ച. ഗ്ലോറി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം അപ്പ, സ്തോത്രം അപ്പ, സ്തോത്രം അപ്പ. ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തത്താഴ്ച, യേശുവിൻ്റെ രക്തത്താഴ്ച. ഗ്ലോറി. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. യേശുവേ എനിക്ക് സ്തോത്രമപ്പ, സ്തോത്രമപ്പ, സ്തോത്രമപ്പ. യേശുവിൻ്റെ രക്തത്താഴ്ചയും, യേശുവിൻ്റെ താഴ്ചയും. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, റൂസ് ഫാമിലി ഫേസ്ബുക്ക് പേജിൻ്റെ 5ാമത്തെ ഓൺലൈൻ കൺവെൻഷനിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, ഇപ്രകാരം ഒരു നല്ല സന്ദർഭം നമുക്ക് വീണ്ടും കർത്താവ് ഒരുക്കി തന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിനെ എത്ര സ്തുതിച്ചാലും മതിയാവുകയില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നമ്മുടെ അരുമനാഥൻ്റെ വരവ് സമീപമായിരിക്കുന്ന ഈ നാളുകളിൽ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, നമ്മുടെ പാറയും നമ്മുടെ വീണ്ടെടുപ്പ് കാരണമായിരിക്കുന്ന രക്ഷിതാവിൻ്റെ വരവ്, പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, അല്പം ഒന്ന് താമസിച്ചതുകൊണ്ട് ഇപ്രകാരം ഒരു നല്ല സന്ദർഭം ദൈവം നമുക്കൊരുക്കി തന്നു. നമുക്ക് ദൈവത്തെ എത്ര സ്തുതിച്ചാലും മതിയാവുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ദൈവം ചെയ്ത സകല ഉപകാരങ്ങളെയും ഓർത്തുകൊണ്ട് കർത്താവിന് നമുക്ക് നന്ദി പറയാം. ദൈവത്തെ നമുക്ക് സ്തുതിക്കാം പ്രിയരെ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ പ്രിയം വച്ചിരിക്കുന്ന ദൈവമക്കളെ, ഈ പ്രാവശ്യവും കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസി ദാസന്മാരുടെ നല്ല ശുശ്രൂഷകൾ ഇന്ന് മുതൽ പ്രൈസ് ദി ലോർഡ് ഏതാണ്ട് 10-11 ദിവസത്തോളം നമുക്ക് ലഭിക്കും എന്നത് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. അങ്ങനെ നമ്മൾ കർത്താവിൽ തീരുമാനിച്ച് ഉറപ്പിച്ച പ്രകാരം പ്രാർത്ഥനയോടുകൂടി നാം ആയിരിക്കുന്നു. ദൈവമക്കളെ, കർത്താവിൻ്റെ ശ്രേഷ്ഠദാസി ദാസന്മാരുടെ നല്ല ശ്രേഷ്ഠമേറിയ നല്ല വചനമാണ് നമുക്ക് കേൾക്കാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഓരോ ദിവസങ്ങളിലും നിങ്ങൾ പ്രാർത്ഥനയോടുകൂടെ നിങ്ങൾ കടന്നു വന്നാൽ കൃത്യസമയത്ത് തന്നെ നമുക്ക് അങ്ങനെ സ്വർഗത്തിൽ നിന്ന് ലഭിക്കുന്ന മന്ന, അത് നമ്മുടെ ജീവിതത്തിന് ഏറ്റവും വലിയൊരു അനുഗ്രഹമായി മാറും. പ്രിയരെ, ആരും തന്നെ നഷ്ടമാക്കരുതേ എന്ന് ദൈവനാമത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ஆண்டவரின் இரட்சகருமாகிய இயேசு கிறிஸ்துவின் இணையற்ற நாமத்தில் அன்பின் வாழ்த்துதலை தெரிவித்துக் கொள்கிறேன். கர்த்தருக்குள் பிரியமானவர்களே, இப்படிப்பட்ட ஒரு நல்ல சந்தர்ப்பத்தை மீண்டும் தேவனாகிய கர்த்தர் தாமே நமக்கு கொடுத்திருக்கிறார். தேவனுக்கு நன்றி செலுத்தலாமா? அவருடைய வருகை சிறிது நேரம் தாமதமாகி விட்டதினாலே இப்படிப்பட்ட ஒரு நல்ல சந்தர்ப்பம் தேவன் நமக்கு கொடுத்திருக்கிறார். பிரியமானவர்களே, இன்றைய தினமிலிருந்து அதாவது 10 நாட்கள் பிரைஸ் தி லார்ட் ஹல்லேலூயா, கர்த்தருடைய ஊழியக்காரங்கள் நல்ல மெசேஜுகள் நமக்கு தரப்போகிறாங்க. நீங்களும் எங்களோடு இணைந்த ஒவ்வொரு நாட்களும் ஹல்லேலூயா, கர்த்தருடைய பிள்ளைங்களே, நீங்களும் எங்களோடு சேர்ந்து தேவனை துதிக்கும்படியாக உங்களை நாங்கள் அன்போடு உங்களை அழைக்கிறேன். பிரைஸ் தி லார்ட். ஹல்லேலூயா. ஆண்டவராகிய இயேசு சீக்கிரமாக வரப்போகிறார். அவருடைய வருகை சமீபமாய் நிற்கிற நாட்கள் இந்த கர்த்தருடைய பிள்ளைங்களே, அவர் நமக்கு கொடுக்கிறதான நேரங்கள், அது ஹல்லேலூயா அவருடைய நாம மகிமைக்காக நாம் பயன்படுத்திக்க வேண்டியது மிக மிக அவசியமாக இருக்கிறது. கர்த்தருடைய பிள்ளைங்களே, அவருடைய எக்கால சத்தம் கேட்கிறதான தினங்கள் வெகு சீக்கிரமாகி உண்டு. பிரைஸ் தி லார்ட். பரிசுத்தத்தோடு கூட, உண்மையோடு கூட, உத்தமத்தோடு கூட தேவனை ஆராதிக்கும்படியாக, தேவனை தொழுது கொள்ளும்படியாக உங்களை நாங்கள் அன்போடு அழைக்கிறேன். கர்த்தர் உங்களை அனைவரையும் ஆசீர்வதிப்பாராக. பிரைஸ் தி லார்ட். ஹல்லேலூயா. கர்த்தாவில் பிரிய தெய்வ ஜனமே, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം പ്രാർത്ഥിച്ച് ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് ഒരു പഴയ ഒരു ഗാനം പാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് ഈ പാട്ടിലൂടെ എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് സന്ദർശിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ ഇരുന്നുകൊണ്ട് എന്നോട് ചേർന്ന് നിങ്ങൾക്ക് പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാനുള്ള നല്ല സന്ദർഭമുണ്ട്. ദൈവമായി കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രാപ്പകലിൽ അവിടെ പ്രശോഭിതമായൊരു നാട്, 4 ജീവികൾ പാടും അവിടെ. രാപ്പകലിൽ അവിടെ പ്രശോഭിതമായൊരു നാട്, 4 ജീവികൾ പാടും അവിടെ. ജീവജല നദിയും നല്ലൊരു ഭുവന ദേശം
കാൺമാ മൽ പ്രേമകാന്തനെ കാണാ യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാൺമാ നൽ പ്രേമകാന്തനെ കാണാ സുന്ദര രൂപനെ ഞാൻ ഈ വേഗമതിൽ വേഗം കാണാ മൽ പ്രേമകാന്തനെ കാണാ കഷ്ടതയേറെ സഹിച്ചവരോ കല്ലേറാടിയിടി കൊണ്ടു മരിച്ചവരന്ന് മസിഹയോടു വാഴുമ നാട്ടിൽ യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാ മൽ പ്രേമകാന്തനെ കാണാ യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാ മൽ പ്രേമകാന്തനെ കാണാ പൊന്മണിമാലയവൻ എനിക്കു തരും സുപ്രവസ്ത്രം നാഥനെന്നെ ധരിപ്പിക്കുമന്ന് കണ്ണുനീരാകെയൊഴിഞ്ഞിടുമേ 1000 ആണ്ടു വസിക്കുമവനുടെ നാട്ടിൽ എനിക്കായൊരു കിയ വീട്ടിൽ യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാ മൽ പ്രേമകാന്തനെ കാണാ യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാ മൽ പ്രേമകാന്തനെ കാണാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ആരംഭിക്കാം. ദൈവമായ കർത്താവ് നമ്മുടെ ഈ കൺവെൻഷനെ അനുഗ്രഹിച്ച് തരുമാറാകട്ടെ, വാഴ്ത്തി തരുമാറാകട്ടെ. ഓരോ ദിവസങ്ങളിലും ദൈവദാസി ദാസന്മാരുടെ ശുശ്രൂഷകൾ പ്രൈസ് ദി ലോർഡ് ദൈവമക്കളെ അതിന് ഒരു മുടക്കവുമില്ലാതെ ഒരു തടസ്സവുമില്ലാതെ സ്വർഗത്തിലെ വലിയനായ ദൈവം അനുഗ്രഹിച്ച് തരുന്നതിനായി ഈ കൺവെൻഷനെ, ഈ മഹാ കൺവെൻഷനെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്കൊന്ന് സമർപ്പിച്ച് കൊടുക്കാം. പ്രിയരെ, നിങ്ങളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് പ്രൈസ് ദി ലോർഡ് എന്നോട് ചേർന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? ഹല്ലേലൂയ. സർവശക്തനായ ദൈവത്തിൻ്റെ ഒരു വലിയ സാന്നിധ്യം. Glory, hallelujah, praise the Lord, in the name of Jesus. യേശുവിൻ്റെ വലിയൊരു സാന്നിധ്യം നമ്മളോട് കൂടെ ഉണ്ടാവട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ സംസാരിക്കപ്പെടുന്ന വിഷയങ്ങൾ ദൈവത്തിൻ്റെ വചനം, ആ ജീവനുള്ള വചനം, അത് ഓരോ ജനഹൃദയങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ അവരിലേക്ക് ഒരു രൂപാന്തരം ഉണ്ടാകട്ടെ, അവരിലേക്ക് ഒരു മാറ്റം സംഭവിക്കട്ടെ. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. എൻ്റെ ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ലെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്ന ദൈവമക്കളെ, നമുക്കെല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ കർത്താവ്, ഈ വൈകിയ വേളയിൽ അപ്പ റോസ് ഫാമിലി ഫേസ്ബുക്ക് പേജിൽ നടക്കുന്നതായ ഹല്ലേലൂയ ഈ കൺവെൻഷനെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളൊന്ന് സമർപ്പിച്ച് തരികയാണപ്പ. ഇതിൽ ഹല്ലേലൂയ കർത്താവിൻ്റെ വചനം ശുശ്രൂഷിക്കാനിരിക്കുന്ന ദൈവദാസി ദാസന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ഓരോ ദിവസങ്ങളിലും ആവശ്യമാകുന്ന മന്ന സ്വർഗത്തിൽ നിന്ന് അങ്ങ് തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വചനം കേൾക്കുവാൻ കേൾവിക്കാരെ കർത്താവ് ഒരുക്കിക്കാട്ടെ. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. എൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യം എല്ലാ പ്രിയപ്പെട്ടവരിൽ ഉണ്ടാകട്ടെ എന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ കൺവെൻഷൻ മുഖാന്തരമായി അനേകർ യേശുവിങ്കിലേക്കൊന്ന് അടുത്ത് വരട്ടെ, യേശുവിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കുവാൻ എൻ്റെ കർത്താവ് ഒരുക്കി തരുന്ന ഈ നല്ല സന്ദർഭത്തിനായി സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പാപികൾ മാനസാന്തരപ്പെടുവാൻ, രോഗികൾ സൗഖ്യമാകുവാൻ, ഭൂതങ്ങൾ പുറത്താക്കപ്പെടുവാൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ കർത്താവേ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങയുടെ വചനം കേൾക്കുന്നവരെ 30, 60, 100 മേനിയായി ആത്മാവിൻ്റെ ഫലങ്ങൾ കർത്താവെ കൊടുക്കത്തക്കവണ്ണം അവരെ കർത്താവ് അനുഗ്രഹിച്ച് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഏഴയെ പൊടിയോളം താഴ്ത്തുന്നപ്പ, അടിയനൊന്നുമില്ലപ്പ, അങ്ങയുടെ സന്നിധിയിൽ അടിയനെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. യേശുവേ, അങ്ങയുടെ വചനം സംസാരിക്കുവാൻ കർത്താവ് അടിയൻ്റെ നാവോട് കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചന കേൾവിക്കാരെ കർത്താവ് ഒരുക്കിക്കാട്ടെ. അവിടുത്തെ രക്തത്താൽ എല്ലാവരെയും കഴുകി മുദ്രയിടണമെന്ന് പ്രാർത്ഥിക്കുന്നു.
സകല നന്മകളാലും അപ്പച്ചൻ നിറയ്ക്കണം. സകലതും ഞങ്ങൾക്ക് ജീവനെ വെടിഞ്ഞ അരുമരക്ഷകന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം നുകത്തെ തകർക്കുന്ന അഭിഷേകം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നുകത്തെ തകർക്കുന്ന അഭിഷേകം. ദൈവമക്കളെ, പ്രൈസ് ദി ലോർഡ്. സമാധാനം ഇല്ലാത്ത ഒരു ലോകത്തിലാണ് നാം ഒക്കെയും ആയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എവിടെയും രോഗം, അതായത് വ്യാധി മനുഷ്യനെ നടുങ്ങിക്കൊണ്ട് അല്ലെങ്കിൽ മനുഷ്യനെ വിറപ്പിക്കുക. ഓരോ നിമിഷവും മനുഷ്യൻ സമാധാനം എന്തെന്നറിയാതെ, സന്തോഷം എന്തെന്നറിയാതെ ഈ ലോകത്തിൽ ജീവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അനേകായിരങ്ങൾ പ്രൈസ് ദി ലോർഡ് നമുക്കറിയാം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയില്ലേ? കൊറോണ വൈറസിനാൽ ബാധിക്കപ്പെട്ടവർ ധാരാളം പേർ മരിച്ചു മൺമറിഞ്ഞ് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. മറ്റും പലരും ഇന്നും ഐസൊലേഷൻ വാർഡിലും വീടുകളിലുമായി ക്വാറന്റൈനിലായിരിക്കുന്നത് നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്നത്തെ ജനത്തെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ദൈവമക്കളെ, നാളെയെക്കുറിച്ചുള്ള ചിന്താഭാരം ഇന്നേക്ക് അനേകരിലും ഇല്ലാതെ ആയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, എന്താണെന്നറിയാമോ? മരണം ഏത് സമയത്തും മനുഷ്യനെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചാൽ മതി എന്നാണ് ഇന്നത്തെ ജനങ്ങൾ ചിന്തിക്കുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒരു ദിവസം, ഒരു പുതിയ നാൾ നമുക്ക് ലഭിച്ചാൽ അത് ദൈവത്തിൻ്റെ വലിയ കൃപ, ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം എന്നത് നിങ്ങൾ മറന്നു പോകരുത് ദൈവ പൈതലേ. കാരണം എന്താണെന്ന് അറിയാമോ? ഹല്ലേലൂയ. ഉറങ്ങുവാൻ കിടന്നാൽ നേരം വെളുക്കുമ്പോൾ എത്ര പേരുണ്ടെന്നുള്ളത് നിശ്ചയമില്ല. മരണം അനേകരെ മുറിച്ചു കളയുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ സമയത്ത് ഹല്ലേലൂയ ഇത്രമാത്രം ചിന്തകളിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തി, പ്രൈസ് ദി ലോർഡ്, അല്ലെങ്കിൽ ഒരു മനുഷ്യനെ കുറിച്ച് ദൈവത്തിൻ്റെ വചനം എന്താണ് പറയുന്നത്? പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, യെശയ്യാ പ്രവചനം 10-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് കാണുന്നത്: അന്നാളിൽ അവൻ്റെ ചുമട് നിന്റെ തോളിൽ നിന്നും അവൻ്റെ നുകം നിന്റെ കഴുത്തിൽ നിന്നും നീങ്ങിപ്പോകും. പുഷ്ടി നിമിത്തം നുകം തകർന്നു പോകും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒരു പ്രാവശ്യം കൂടെ അത് വായിക്കുകയാണ്. അന്നാളിൽ അവൻ്റെ ചുമട് നിന്റെ തോളിൽ നിന്നും അവൻ്റെ നുകം നിന്റെ കഴുത്തിൽ നിന്നും നീങ്ങിപ്പോകും. പുഷ്ടി നിമിത്തം നുകം തകർന്നു പോകും. പ്രൈസ് ദി ലോർഡ്. ജീവിക്കുന്ന ദൈവ പൈതലേ, നാം ഓരോരുത്തരും വഹിക്കുന്ന നുകത്തെ തകർക്കുവാൻ ദൈവത്തിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. നാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ അനേക നുകങ്ങൾ നമുക്ക് മുൻപിലായി കടന്നു വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ പൈതലേ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്വർഗീയ ശക്തി, ആ കൃപ നമ്മളോട് കൂടി ഉണ്ടെങ്കിൽ നിശ്ചയമായും നമുക്ക് നേരായി കടന്നു വരുന്ന നുകത്തെ തകർക്കുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പുഷ്ടി എന്ന പദം അത് അഭിഷേകത്തെ കുറിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ പൈതലേ, ഹല്ലേലൂയ. ഇന്നേക്ക് അനേകരും സമാധാനം കണ്ടെത്തുന്നത് എവിടെയാണെന്ന് അറിയാമോ? ചിലർ ക്രിക്കറ്റ് മാച്ച് കാണുന്നതിൽ സമാധാനം കണ്ടെത്തുന്നു. ചിലർ സീരിയലുകൾ കാണുമ്പോൾ അവർ സമാധാനം കണ്ടെത്തുന്നു. മറ്റു ചിലരോ ഒറ്റ സിനിമ പോലും വിടത്തില്ല. അങ്ങനെ സിനിമ കണ്ട് അവർ സമാധാനം കണ്ടെത്തുന്നു. ദൈവ പൈതലേ, ഹല്ലേലൂയ. എന്നാൽ ചിലരോ ഈ ലോകത്തിൻ്റെ ജഡീക മോഹങ്ങളിലൂടെ കടന്നുപോയി അവർ സമാധാനത്തെ കണ്ടെത്തുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഞാൻ നിങ്ങളോട് വ്യക്തമായിട്ടൊരു കാര്യം പറയാം. ദൈവ പൈതലേ, അഭിഷേകത്തിൻ്റെ പുഷ്ടിയുള്ളവർ, പ്രൈസ് ദി ലോർഡ്, അല്ലത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുള്ളവർ ഏത് നുകത്തെയും തകർക്കുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. നിസ്സാര പ്രശ്നങ്ങളാകട്ടെ, വലിയ പ്രശ്നങ്ങളാകട്ടെ, എന്ത് തന്നെ വന്നാലും ആ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ ശക്തി നിങ്ങളിൽ ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് നേരായി വരുന്ന നുകത്തെ തകർക്കുവാൻ ദൈവ പൈതലേ മറ്റാരുടെയും സാന്നിധ്യം നിങ്ങൾക്ക് വേണ്ട. ആ സ്വർഗീയ പിതാവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആ ശക്തി നിങ്ങളിലേക്ക് പ്രവേശിച്ചാൽ മതി. ഈ ലോകത്തിലെ നുകങ്ങളെ തകർക്കുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ലോകം പലവിധമായ നുകങ്ങളെ തരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ പൈതലേ, ആത്മാവിൻ്റെ ശക്തിയുള്ളവർ അല്ലെങ്കിൽ അഭിഷേകത്തിൻ്റെ ശക്തിയുള്ളവർക്ക്, പ്രൈസ് ദി ലോർഡ്, ഈ ലോകത്തിലെ നുകങ്ങളൊന്നും സാരമല്ല. പ്രൈസ് ദി ലോർഡ്. അതൊരു വലിയ വിഷയമായി മാറുകയില്ല. ദൈവമക്കളെ, നമ്മുടെ മേലുള്ള അഭിഷേകം
പിറുപിറുപ്പിന്റെ അല്ല, പ്രൈസ് ദ ലോർഡ്, കുറ്റപ്പെടുത്തലിന്റെ അഭിഷേകം അല്ല, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ദൈവ പൈതലേ, ആരെയും മുറിവേൽപ്പിക്കുന്ന അഭിഷേകം അല്ല, പിന്നെയോ ഹല്ലേലൂയ ശത്രുവായവൻ കൊണ്ടുവരുന്ന ആ മുഖത്തെ തകർക്കുന്ന അഭിഷേകമാണ് ദൈവമക്കളെ ഈ നാളുകളായി കാലഘട്ടത്തിന് ആവശ്യമായി വരുന്നത്. പ്രൈസ് ദ ലോർഡ്. നാം ഓരോരുത്തരും കർത്താവിന്റെ അഭിഷേകത്തെ പെറ്റവരായി മാറണം. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, യെശയ്യാ പ്രവചനം 14-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അവന്റെ ചുമട് അവന്റെ തോളിൽ നിന്ന് നീങ്ങിപ്പോകും. യെശയ്യാ പ്രവചനം 9:4 വായിക്കുമ്പോൾ അവൻ ചുമക്കുന്ന നുകവും ചുമലിലെ കോലും അവൻ ദണ്ഡിപ്പിക്കുന്നവന്റെ വടിയും മിദ്യാന്യ വാളിനെ പോലും ഒടിച്ചു കളഞ്ഞിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലേ, അഭിഷേകത്തിന്റെ പുഷ്ടിയാൽ നാം നിറയപ്പെടുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഏത് നുകങ്ങളായിരുന്നാലും തകർന്നു പോകും. എത്ര പേർ വിശ്വസിക്കാൻ കഴിയുന്നു? ഹല്ലേലൂയ. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഒരാമേൻ പറയുവാൻ കഴിയുമോ? അഭിഷേകത്തിന്റെ ശക്തിയുള്ളവർക്ക്, പ്രൈസ് ദി ലോർഡ്, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉള്ളവർക്ക്, പ്രൈസ് ദി ലോർഡ്, ഏത് നുകം വന്നാലും അധൈര്യപ്പെടേണ്ട ആവശ്യമില്ല. പ്രൈസ് ദി ലോർഡ്. സഹോദരങ്ങളെ, കർത്താവിന്റെ സന്നിധിയിൽ നമ്മളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? ഈ വൈകിയ വേളയിൽ ഹല്ലേലൂയ നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ ഒന്ന് താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? ദൈവത്തോട് നമുക്കൊന്ന് പറയാം, പിതാവേ, മുഖത്തെ തകർക്കുന്ന ഹല്ലേലൂയ അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ എന്ന്. പ്രൈസ് ദി ലോർഡ്. ചിലരൊക്കെ അന്യഭാഷകളിൽ സംസാരിക്കുമ്പോൾ, ചിലർ വ്യാഖ്യാനിക്കുമ്പോൾ, മറ്റു പലർക്കും അതൊരു വലിയൊരു എന്താ പറയുന്ന ഒരു സാധാരണ വിഷയമായി അവരത് കാണാറുള്ളത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവ മക്കളെ, അഭിഷേകത്തിന്റെ പുഷ്ടിയുള്ളവർ അവർ എവിടെയും അടങ്ങിയിരിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവർ ചലിക്കുന്ന പ്രാണികളായി മാറും. ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയാലും, എവിടെ കടന്നു ചെന്നാലും ദൈവ പൈതലെ, പുഷ്ടിയുള്ളവൻ, ഹല്ലേലൂയ, ആത്മാവിന്റെ ശക്തിയുള്ളവനെ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. അവന്റെ മേൽ വരുന്ന മുഖത്തെ കണ്ടവൻ ഭയപ്പെടുകയില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവ പൈതലെ, ആകയാൽ വചനത്തിന്റെ ആഴത്തിലേക്ക് ഒന്ന് കടക്കാൻ പോവുകയാണ്. അല്പനിമിഷം തിരുവചനത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം. ആകയാൽ അഭിഷേകത്തിന്റെ ശക്തിക്കായി നാം ഓരോരുത്തരും ആയിരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പാ, അഭിഷേകത്തിന്റെ ശക്തി എൻ്റെ മേൽ വ്യാപരിക്കണമേ എന്ന്. ഹല്ലേലൂയ. എൻ്റെ മേൽ വരുന്ന മുഖത്തിന്റെ അമിക്കയറുകളെ പൊട്ടിക്കുവാൻ അഭിഷേകത്തിന്റെ ശക്തി എനിക്ക് ആവശ്യമാണപ്പാ എന്ന് ഓരോ വ്യക്തി ജീവിതങ്ങളും നിങ്ങൾ ആയിരിക്കുന്ന സ്ഥാനത്തിരുന്നു കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക ദൈവമക്കളെ. ഹല്ലേലൂയ. നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് 1 ശമൂവേൽ പുസ്തകം 16-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം നമുക്കിവിടെ നിന്ന് വായിക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, 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 സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, ഞാൻ ആ വാക്യത്തെ ഒന്ന് വായിക്കട്ടെ. 16-ന്റെ 13-ാമത്തെ വാക്യം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ശമൂവേൽ തൈലക്കൊമ്പെടുത്ത് അവന്റെ സഹോദരന്മാരുടെ നടുവിൽ വെച്ച് അവനെ അഭിഷേകം ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ജീവിക്കുന്ന ദൈവ പൈതലേ, ഈ വേദഭാഗത്തിന്റെ ചരിത്ര പശ്ചാത്തലം അനേകർക്കും എല്ലാവർക്കും അറിയാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എങ്കിലും 1-2 കാര്യങ്ങളിലൂടെ ഞാനതൊന്ന് വെളിപ്പെടുത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവ മക്കളെ, ഇത് നമുക്കെല്ലാവർക്കും അറിയാം. ശമൂവേലിനോട് യഹോവയായ ദൈവം, പ്രൈസ് ദി ലോർഡ്, ഇശായിയുടെ ഭവനത്തിലേക്ക് കടന്നു പോകാനായിട്ട് പറയുന്നു. യഹോവയായ ദൈവം ശമൂവേലിനോട്, ഇസ്രായേലിലെ രാജസ്ഥാനത്തിൽ ശൗലിനെ ഞാൻ തള്ളി, ഞാൻ മാറ്റിയിരിക്കുന്നു. ആ രാജസ്ഥാനത്തേക്ക് അല്ലെങ്കിൽ ഒരുവനെ തിരഞ്ഞെടുക്കണം. അതിനുവേണ്ടി നീ ഇശായിയുടെ ഭവനത്തിലേക്ക് കടന്നു പോകുവാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ദൈവ മക്കളെ, ഇശായിയുടെ ഭവനത്തിൽ കടന്നു ചെന്നപ്പോൾ അവിടെ ഇശായിയുടെ മക്കളെ എല്ലാവരെയും കൊണ്ടുവന്നു. പ്രൈസ് ദി ലോർഡ്. ഒരുവനെ വിട്ടിട്ട് ബാക്കിയുള്ള മക്കളെ എല്ലാം ഇശായി കാണിച്ചു. അപ്പോൾ അവിടെ ഹല്ലേലൂയ ശമൂവേൽ പറയുന്നു, ഇവരെ ആരെയും അല്ല എന്ന്. പ്രൈസ് ദി ലോർഡ്. ഞാൻ വളരെ ചുരുക്കി പറയുകയാണ് ദൈവ മക്കളെ. അവസാനം ഈ ശമൂവേൽ ചോദിക്കുക, ഇനിയും നിങ്ങൾക്ക് മക്കളുണ്ടോ? ഇനി കൊണ്ടുവരാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഹല്ലേലൂയ ഇശായിയുടെ മറുപടി പറയുന്നത്, ഇശായി ഇങ്ങനെ മറുപടി പറയുന്നു. പ്രൈസ് ദി ലോർഡ്. എനിക്കിനിയും ഇളയ മകനുണ്ട്. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ഇളയ മകനുണ്ട്. അവൻ ആടിനെ മേയ്ക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവ മക്കളെ, അവൻ ആടിനെ മേയ്ക്കാൻ പോയിരിക്കുകയാണെന്ന്. എന്നാൽ ഹല്ലേലൂയ ശമൂവേൽ പറയുക, വേഗം ആളയച്ച് അവനെ ഇങ്ങനെ വരുത്താൻ പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവ മക്കളെ, അങ്ങനെ ദാവീദിനെ അവിടെ വരുത്തുകയാണ്. അതിൻ്റെ
പ്രൈസ് ദി ലോർഡ്. 17-ാം അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ ദൈവമക്കളെ ദാവീദിനെ കുറിച്ച് പറയുന്നുണ്ട്. ദാവീദിനെ കുറിച്ച് പറയുന്നത്, ദാവീദ് ഹല്ലേലൂയ കോമളനും സുനേത്രനും പവിഴ നിറമുള്ളവനുമായിരുന്നു. എന്നാൽ പ്രൈസ് ദി ലോർഡ് നോക്കണമേ ദൈവമക്കളെ, രാജ്യസ്ഥാനത്തേക്ക് ഹല്ലേലൂയ ഒരു പദവി പോസ്റ്റിങ്ങിന് വേണ്ടി ആ അപ്പൻ ബാക്കിയുള്ള മക്കളെയെല്ലാം കാണിച്ചു. പക്ഷേ ഇളയ മകൻ ചെറിയ പ്രായമുള്ളവൻ. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ദൈവമക്കളെ ചെറിയ പ്രായത്തിൽ തന്നെ ദാവീദിനെ അഭിഷേകം ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നാൽ ദൈവമക്കളെ ദാവീദിനെ അവിടെ കൊണ്ടുവരുന്നു. പ്രൈസ് ദി ലോർഡ്. എന്താണ് സംഭവിച്ചത്? ദാവീദിനെ ഹല്ലേലൂയ അഭിഷേകം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ ചെറുപ്രായത്തിൽ തന്നെ ദാവീദ് അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് വചനം പറയുന്നത്. 1 ശമൂവേൽ 17:37 വായിക്കുമ്പോൾ അവിടെ ഒരു ചരിത്രം, അവിടെ ഒരു സംഭവം നമുക്ക് കാണുവാൻ കഴിയുന്നത് ഗോലിയാത്തിനെ തകർക്കുന്ന ഒരു വലിയ സംഭവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ പൈതലേ ഹല്ലേലൂയ. ഗോലിയാത്തിനെ തകർക്കുന്ന ഒരു വലിയ സംഭവം നമുക്കവിടെ വായിക്കുമ്പോൾ മനസ്സിലാകും. എന്നാൽ ഈ ദാവീദ്, പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ, ദൈവമക്കളെ ദാവീദിനെ ഹല്ലേലൂയ ഈ സ്ഥാനത്തെത്തിയ ദാവീദ് ഈ ഗോലിയാത്തിനെ നേരിടുമ്പോൾ തൻ്റെ കൈവശം ഉണ്ടായിരുന്ന ഹല്ലേലൂയ ഒരു സഞ്ചി, ആ സഞ്ചിയിൽ അതിലെ കല്ല് മാത്രമേ ഉണ്ടായിരുന്നു, മറ്റൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ദൈവമക്കളെ ഹല്ലേലൂയ, താൻ ഈ ഗോലിയാത്തിന്റെ അരികിലേക്ക് കടന്നു വരുമ്പോൾ ഗോലിയാത്ത് തന്നെ കുറിച്ച് പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഫെലിസ്ത്യൻ ദാവീദിനോട്, നീ വടികളുമായി എൻ്റെ നേരെ വരുവാൻ ഞാൻ എന്നെ നായോ? പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അവൻ നോക്കിയപ്പോൾ അവൻ പടജനവുമായിട്ടാണ് നിൽക്കുന്നത്, സൈന്യങ്ങളുമായിട്ടാണ് നിൽക്കുന്നത്. അവന്റെ മുൻപിൽ വലിയൊരു പടജനമുണ്ട്. ദൈവ മക്കളെ പ്രൈസ് ദി ലോർഡ്, ഇവിടെ ദാവീദിനോട് കൂടെ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്, ദാവീദിന് ദൈവത്തിന്റെ അഭിഷേകമുണ്ട്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ദൈവ മക്കളെ ഇവിടെ താൻ കളിയാക്കി ചോദിക്കുകയാണ്, ഞാൻ എന്നാ നായോ എന്ന്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. എന്നാൽ എന്നിട്ട് പറഞ്ഞിട്ട് എന്താണ് പറഞ്ഞറിയാമോ? ദാവീദിനെ ശപിച്ചു. ഫെലിസ്ത്യൻ പിന്നെയും ദാവീദിനോട്, ഇങ്ങോട്ട് വാ, ഞാൻ നിന്റെ മാംസം ആകാശത്തിലെ പക്ഷികൾക്കും കാട്ടിലെ മൃഗങ്ങൾക്കും ഇരയാക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ദാവീദ് ഫെലിസ്ത്യനോട് പറഞ്ഞത്, നീ വാളും കുന്തവും വേലുമായി എൻ്റെ നേരെ വരുന്നു, ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേൽ നിരയുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു എന്ന്. പ്രൈസ് ദി ലോർഡ്. ജീവിക്കുന്ന ദൈവമക്കളെ, ഇവിടെ ദാവീദ് പറഞ്ഞത്, നസറേനായ യേശുവിന്റെ നാമത്തിലാ ഞാൻ വരുന്നത്, നീ നിന്ദിച്ചിട്ടുള്ള ആ ദൈവത്തിന്റെ നാമത്തിലാ ഞാൻ വരുന്നത് എന്ന് പറഞ്ഞു. യഹോവ ഇന്ന് നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും, ഞാൻ നിന്നെ കൊന്ന് നിന്റെ തല ഛേദിച്ച് കളയും. ഹല്ലേലൂയ എന്ന് ദാവീദ് പറയുക. പ്രൈസ് ദി ലോർഡ്. ജീവിക്കുന്ന ദൈവമക്കളെ, ഞാനത് ഹല്ലേലൂയ വളരെ പെട്ടെന്ന് അവിടെ കടന്നു പോരട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതിനുശേഷമായി എന്താണ് നടന്നെന്നറിയാമോ? അതിൻ്റെ 49-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ദാവീദ് സഞ്ചിയിൽ കൈയിട്ടു, ഒരു കല്ലെടുത്തു, കവണയിൽ വെച്ച് വീശി ഫെലിസ്ത്യന്റെ നെറ്റിക്ക് എറിഞ്ഞു. കല്ല് അവന്റെ നെറ്റിയിൽ കൊണ്ട് പതിഞ്ഞു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കവിണയും കല്ലും കൊണ്ട് ഫെലിസ്ത്യനെ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ജയിച്ചു, ഫെലിസ്ത്യനെ കൊന്നുമുടിച്ചു എന്നാണ്. ജീവിക്കുന്ന ദൈവമക്കളെ, പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവമക്കളെ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. 1 ശമൂവേൽ 17:33-34 വാക്യങ്ങളെ വായിക്കുമ്പോൾ ഹല്ലേലൂയ, ദാവീദിൽ കാണപ്പെട്ടിരുന്ന അഭിഷേകം, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദാവീദിൽ കാണപ്പെട്ടിരുന്ന അഭിഷേകമാണ് ഹല്ലേലൂയ താൻ ജയിക്കുവാനിടയായത്. താനൊരു ചെറിയ പയ്യനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ചെറുപ്രായത്തിൽ തന്നെ രാജ്യഭാരം തൻ്റെ മേലായി. പ്രൈസ് ദി ലോർഡ്. ദൈവം തെരഞ്ഞെടുത്തവനാ ദാവീദ്. ഹല്ലേലൂയ. ദാവീദിനെ കുറിച്ച് നിങ്ങൾ കേട്ടുവല്ല ദൈവമക്കളെ? ഹല്ലേലൂയ. താൻ പവിഴ നിറമുള്ളവൻ, അഴകുള്ളവൻ, കോമളൻ. അത്രമാത്രം ഹല്ലേലൂയ വചനം ദാവീദിനെ കുറിച്ച് വർണ്ണിക്കുന്നു. ദൈവമക്കളെ, അത്രമാത്രം ഈ ദാവീദിനെ കർത്താവ് തിരഞ്ഞെടുത്തതാകിയാൽ ദാവീദിന്റെ മേൽ ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തി ഹല്ലേലൂയ ദാവീദിന്റെ മേൽ ഉണ്ടായിരുന്നു. ദൈവമക്കളെ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ശൗൽ ദാവീദിനെ കൊല്ലുവാൻ ശ്രമിക്കുന്നു. നമുക്കത് അതിനുശേഷമായി നാം കാണുന്നത് ശൗൽ ദാവീദിനെ കൊല്ലുവാൻ ശ്രമിക്കുന്നു. എന്നാൽ ദാവീദിന്റെ മേൽ അഭിഷേകത്തിന്റെ ശക്തി ഹല്ലേലൂയ ഉണ്ടായിരുന്നത് കൊണ്ട് താൻ അവിടെ വിജയം പ്രാപിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവ പൈതലേ, അഭിഷേകത്തിന്റെ ശക്തി സകല
ദുഃഖങ്ങളെയും അത് അറുത്തെറിയും. പ്രൈസ് ദി ലോർഡ്. അത് നുറുക്കിക്കളയും, തകർത്തെറിയും എന്നത് ഇന്ന് ഈ വൈകിയ വേളയിൽ വിശ്വസിക്കണം ദൈവമക്കളെ. ദാവീദിൽ ഉണ്ടായിരുന്ന ദൈവിക ശക്തി ഗോലിയാത്തിനെ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ അതെ തകർത്തു എന്നത് നമുക്ക് അവിടെ ചിന്തിക്കുവാൻ വകയുണ്ട്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ദൈവ പൈതലെ, ദാവീദിന്റെ അഭിഷേകത്തിന്റെ ശക്തി സിംഹത്തെയും കരടിയെയും ചിന്തിക്കളയുവാൻ ഇടയായി. പ്രൈസ് ദി ലോർഡ്. ദാവീദിന്റെ അഭിഷേകത്തിന്റെ ശക്തി കുന്തം കൊണ്ട് കുത്തുവാൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ശൗലിനെ ജയിക്കുവാൻ ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഇതാണ് അഭിഷേകത്തിന്റെ ശക്തി. ഹല്ലേലൂയ. ദൈവജനമേ, മുഖത്തെ തകർക്കുന്ന അഭിഷേകത്തിന്റെ ശക്തി നമ്മളിൽ വ്യാപരിക്കട്ടെ എന്ന് ഈ നാളുകളായി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവമക്കളെ, ഓളങ്ങളും തിരമാലകളും പോലെ പ്രശ്നങ്ങൾ അലയടിച്ചുയരുമ്പോൾ പതറിപ്പോകരുത്, പതറിപ്പോകരുത്. ദൈവ പൈതലെ, നീ കർത്താവിങ്കിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുമോ? യേശുവിന്റെ മുഖത്തേക്ക് നോക്കുവാൻ കഴിയുമോ? അഭിഷേകത്തിന്റെ ശക്തിക്കായി. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ആ അഭിഷേകത്തിന്റെ ശക്തിക്കായി നമുക്ക് ഈ നാളുകളായി കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരാം, പ്രാർത്ഥിക്കാം നമുക്ക്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, മറ്റൊരു വേദഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുപോകട്ടെ. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ന്യായാധിപന്മാരുടെ പുസ്തകം 14-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് അവിടെ ഇങ്ങനെ കാണുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു. പ്രൈസ് ദി ലോർഡ്. യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവ മക്കളെ, അതായത് ഇവിടെ പറയുന്നത് ശിംശോന്റെ ചരിത്രമാണ്. നമുക്ക് എല്ലാവർക്കും ശിംശോനെ കുറിച്ച് നന്നായിട്ട് അറിയാം. ഏത് വ്യക്തികളെയും പ്രൈസ് ദി ലോർഡ് തകർത്തു ശിംശോൻ. ഹല്ലേലൂയ. അത്രമാത്രം ശിംശോനെ ഹല്ലേലൂയ ദൈവം കരങ്ങളിലെടുത്തു. ദൈവമക്കളെ, ശിംശോനെ കുറിച്ച് പറയുമ്പോൾ ദൈവത്തിന്റെ നീരുറവയിൽ നിന്ന് കുടിച്ചവൻ. ഹല്ലേലൂയ. ശിംശോൻ പരിച്ഛേദനയേറ്റവൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവൻ. പ്രൈസ് ദി ലോർഡ്. ആകയാൽ കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, തന്നിൽ ഉണ്ടായിരുന്ന അഭിഷേകം ഹല്ലേലൂയ തന്റെ മുമ്പിൽ വന്ന ബാലസിംഹത്തെ ഒരാട്ടിൻകുട്ടി എന്ന പോലെ താൻ കീറിക്കളഞ്ഞു. ദൈവമക്കളെ, ഇതാണ് അഭിഷേകത്തിന്റെ വല്ലമൈ, ഇതാണ് അഭിഷേകം. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവമക്കളെ, ന്യായാധിപന്മാരുടെ പുസ്തകം 15-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ശത്രു ശിംശോനെ കയറുകൊണ്ട് കെട്ടി ബന്ധിച്ചു. ഗ്ലോറി ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ ആത്മീക ജീവിതത്തിലും ശരി, ഭൗതിക ജീവിതത്തിലും ശരി, പിശാചാണവൻ നമ്മളെ ചില നേരങ്ങളിൽ ബന്ധിച്ചിടുന്നതുണ്ട്. ഹല്ലേലൂയ. സാമ്പത്തിക നന്മകളിൽ കൈവയ്ക്കും. പ്രൈസ് ദി ലോർഡ്. കുടുംബ ജീവിതത്തിൽ പിശാചാണവൻ കൈവയ്ക്കും. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. നമ്മെ ഒരു തരത്തിലും മുമ്പോട്ട് വിടുകയില്ല എന്ന് ശത്രുവായവൻ അലർന്ന സിംഹം പോലെ അവൻ ഗർജിച്ചുകൊണ്ട് നമ്മുടെ മുൻപിലുണ്ട്. ആകയാൽ ഹല്ലേലൂയ ദൈവമക്കളെ, ഈ സന്ധ്യയുടെ വേളയിൽ, ഈ വൈകിയ വേളയിൽ എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരനെ, സഹോദരിയെ, ആത്മാവിന്റെ ശക്തി അല്ലെങ്കിൽ ഹല്ലേലൂയ അഭിഷേകത്തിന്റെ ശക്തി നിങ്ങളിൽ ഇല്ലാതെ വന്നാൽ പ്രൈസ് ദി ലോർഡ് ഈ ലോകത്തിലെ മുഖങ്ങളെ കണ്ട് നീ ഭയപ്പെടേണ്ടി വരും. ജീവിക്കുന്ന ദൈവ പൈതലേ, നിന്നിൽ ആത്മാവിന്റെ ശക്തി വരുവാൻ ഹല്ലേലൂയ നിശ്ചയമായും കർത്താവിന്റെ സന്നിധിയിൽ നിന്നെ ഒന്ന് താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കുക. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന്റെ വഴിവാതിലുകളെ, അനുഗ്രഹത്തിന്റെ വഴികളെ പിശാചായവൻ അടച്ചു വെച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നു? ഹല്ലേലൂയ. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിലായാലും ശരി, കുടുംബ ജീവിതത്തിൽ ഒരു സ്വസ്ഥതയും സമാധാനവും ഇല്ലാതെ ആക്കി വെച്ചിരിക്കുന്ന പിശാചിന്റെ പണിയാ. പ്രൈസ് ദി ലോർഡ്. ദൈവ മക്കളെ, അഭിഷേകത്തിന്റെ ശക്തിക്കായി, ആ വല്ലഭയുടെ ശക്തിക്കായി പ്രൈസ് ദി ലോർഡ് പ്രാർത്ഥിച്ചു കൊള്ളുക. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. പ്രിയരെ, നമ്മുടെ മേൽ ഹല്ലേലൂയ ഈ അഭിഷേകത്തിന്റെ ശക്തി ഉണ്ടെങ്കിൽ നിശ്ചയമായും സാത്താൻ കൊണ്ടുവരുന്ന എല്ലാ ബന്ധനങ്ങളും അഴിയും. പ്രിയരെ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആ സാത്താന്റെ എല്ലാ തന്ത്രങ്ങളും അത് തകർത്തെറിയുവാൻ കഴിയും എന്നത് ഞാൻ ഈ സമയം ഓർമ്മിപ്പിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, പൗലോസും ശീലാസും ചങ്ങലയാൽ ബന്ധിതരായി. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. എന്നാൽ പ്രാർത്ഥനയുടെ ശക്തിയാൽ ദൈവമക്കളെ ചങ്ങല പൊട്ടിത്തെറിച്ചു. പ്രൈസ് ദി ലോർഡ്. രാത്രിയുടെ യാമത്തിൽ ഒരു ചെറിയ പാട്ടുപാടി ഒന്ന് പ്രാർത്ഥിച്ചതേ ഉള്ളൂ. അഭിഷേകത്തിന്റെ ശക്തി കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങുവാൻ ഇടയായില്ലേ?
പ്രൈസ് ദി ലോർഡ്. ഇതാണ് ദൈവമക്കളെ പ്രാർത്ഥനയുടെ വല്ലമൈ, ഇതാണ് പ്രാർത്ഥനയുടെ പവർ അഥവാ പ്രാർത്ഥനയുടെ ശക്തി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് കാവൽക്കാർ അറിയാതെ തന്നെ അവർ പുറത്തു വരികയാ. പ്രൈസ് ദി ലോർഡ്. ഇതാണ് പ്രിയരെ അഭിഷേകത്തിന്റെ ശക്തി. ആകയാൽ പ്രാർത്ഥനയിൽ ശക്തിപ്പെടുക. ഹല്ലേലൂയ. ന്യായാധിപന്മാരുടെ പുസ്തകം 15-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് കാണുന്നത്. ശിംശോൻ ഫെലിസ്ത്യരെ ഒരു കഴുതയുടെ താടിയെല്ല് കൊണ്ട് കൊന്ന് പ്രൈസ് ദി ലോർഡ് കൊന്ന് 2 എന്ന് പറഞ്ഞ് 1000 പേരെ സംഹരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. ജീവിക്കുന്ന ദൈവ പൈതലെ, ശത്രുക്കളെ തകർക്കുവാനുള്ള ശക്തി, ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി, അതാണ് പുഷ്ടി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പുഷ്ടി പ്രാപിച്ചവരെ ഒരു നാളും തൊടാൻ പോലും സമ്മതിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മളും ശക്തനായവൻ നമ്മുടെ കർത്താവ്. പ്രൈസ് ദി ലോർഡ്. ആ കർത്താവിന്റെ ശക്തി, കർത്താവിന്റെ ഒരു പ്രസൻസ് ഈ നാളുകളായി നാം അനുഭവിച്ചു വരികയല്ലേ ദൈവമക്കളെ. നമ്മളോട് പിശാചാണവൻ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്കറിയാം അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായത്തിന്റെ 1 മുതൽ ഉള്ള വാക്യങ്ങളെ വായിക്കുമ്പോൾ അവിടെ ശൗലിനെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവമക്കളെ, ആരാണ്, എന്താണ് ശൗലിന് സംഭവിച്ചത് നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്. ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുന്നതിന് വേണ്ടി അധികാരപത്രം വാങ്ങിക്കൊണ്ട് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഇവിടെ ദമാസ്കോസിന്റെ പടിക്കൽ വെച്ച് പ്രൈസ് ദി ലോർഡ് ശൗൽ, ഹല്ലേലൂയ, താൻ കുതിരപ്പുറത്തിരിക്കുമ്പോൾ തനിക്ക് ചുറ്റും ഒരു വലിയ പ്രകാശം ഉണ്ടായി. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ശൗലിന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. താൻ കുതിരപ്പുറത്തുനിന്ന് താഴെ വീണു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. താൻ ചോദിക്കുക ഇപ്പോൾ ഒരു ചോദ്യം, നീ ആരാകുന്നു കർത്താവേ? നോക്കണമേ ദൈവമക്കളെ. പ്രൈസ് ദി ലോർഡ്. ക്രിസ്ത്യാനികളെ, യേശുവിന്റെ നാമക്കാരെ, ഹല്ലേലൂയ, ഉപദ്രവിക്കുന്നതിനു വേണ്ടി അധികാരപത്രം വാങ്ങിക്കൊണ്ട് പോയ ആ ഹല്ലേലൂയ ശൗലിനെ കുറിച്ചാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. തന്നെ കർത്താവൊന്ന് ചെറുതായിട്ടൊന്ന് തൊട്ടു. ദൈവ പൈതലെ, കർത്താവൊന്ന് ചെറുതായിട്ടൊന്ന് തൊട്ടു. അപ്പോൾ ചോദിക്കുക, നീ ആരാകുന്നു കർത്താവേ? പ്രൈസ് ദി ലോർഡ്. കർത്താവ് എന്താ മറുപടി പറഞ്ഞെന്നറിയാമോ? നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു ഞാൻ. നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു ഞാൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരനെ, സഹോദരിയെ, വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും ചിന്തകൾ കൊണ്ടും നാം പലപ്പോഴും നമ്മുടെ കർത്താവിനെ ഉപദ്രവിക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് ഈ സന്ധ്യവേളയിൽ ഏറ്റുപറഞ്ഞ് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഒന്ന് അടുത്ത് വരണമേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, ആരാകുന്നു ഈ ശൗൽ? ഈ ശൗലിനെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. ഇത്രമാത്രം അധികാരപത്രം വാങ്ങിക്കൊണ്ട് പോകുവാൻ തക്കവണ്ണം ഇവൻ ആരാണ്? ഈ ശൗൽ ആരായിരുന്നു? പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഹല്ലേലൂയ. ശൗലിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ താൻ റോമ പൗരൻ, പ്രൈസ് ദി ലോർഡ്, ബെന്യാമിൻ ഗോത്രക്കാരൻ, ഗമാലിയലിന്റെ കീഴിൽ വിദ്യ അഭ്യസിച്ചവൻ, ന്യായപ്രമാണം പഠിച്ചവനും എരിവുള്ളവനും, ഇത്രമാത്രം സ്വഭാവ സവിശേഷതകളുള്ള, ഇത്രമാത്രം ക്വാളിറ്റി ഉണ്ടായിരുന്ന ഈ ശൗലിനെയാണ് പ്രൈസ് ദി ലോർഡ് കർത്താവൊന്ന് തൊട്ടത്. ദമാസ്കോസിന്റെ പടിക്കൽ വെച്ച. പ്രൈസ് ദി ലോർഡ്. കർത്താവ് തൊട്ടപ്പോൾ ശൗലി ചോദിക്കുക, നീ ആരാകുന്ന കർത്താവേ? പ്രൈസ് ദി ലോർഡ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരനെ, സഹോദരിയെ, പ്രൈസ് ദി ലോർഡ്. ഇത് പറയുമ്പോൾ ചില കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ കടന്നു വരുന്നത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവമക്കളെ, ചില നാളുകൾക്ക് മുന്നേ പ്രൈസ് ദി ലോർഡ് തമിഴ്നാട്ടിലെ ഹല്ലേലൂയ ഒരിടത്തിൽ ദൈവമക്കൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ചില വ്യക്തിത്വങ്ങൾ അവിടെ കടന്നു വന്ന പ്രൈസ് ദി ലോർഡ് ദൈവദാസൻ്റെ നെറ്റിയിൽ, ഞാനതൊന്നും പറയാൻ വരുന്നില്ല, എങ്കിലും ആ ദൈവദാസൻ്റെ വെള്ള വസ്ത്രത്തെ നശിപ്പിക്കുന്ന രീതിയിൽ മഞ്ഞൾ കലക്കി അദ്ദേഹത്തിൻ്റെ ആ ഡ്രസ്സ് മുഴുവനും ഒഴിച്ചു. അവിടെ കൂടി വന്നവരെയൊക്കെ പലവിധത്തിൽ അപമാനിക്കുകയുണ്ടായി. പ്രൈസ് ദി ലോർഡ്. ജീവിക്കുന്ന ദൈവ പൈതലേ, ഞാനൊരു കാര്യം വ്യക്തമായി പറയാം. എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദര, സഹോദരി, യേശുവിനെയും യേശുവിൻ്റെ നാമക്കാരെയും ഉപദ്രവിക്കാൻ തുടങ്ങിയാൽ പ്രൈസ് ദി ലോർഡ് അവർ ചെയ്യുന്നത് എന്താണെന്ന് അറിയാമോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ യേശുവിൻ്റെ നാമക്കാരെ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? യേശുവിനെ ആരാധിക്കുന്നവർ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാമോ? ഈ കറുത്ത പൈൻറ്റിട്ട പുസ്തകം എടുത്തുകൊണ്ടാണ് അവർ പോകുന്നത്. യേശുവിൻ്റെ ഹല്ലേലൂയ ജീവനുള്ള വാർത്തകളുള്ള ഈ വചനം ഉൾക്കൊള്ളുന്ന ഈ പുസ്തകത്തെ അവർ ചുമക്കുന്നു. ഹല്ലേലൂയ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദര, സഹോദരി, ഈ പുസ്തകത്തെ ചുമക്കുന്നവർ
ആരായിരുന്നാലും അവരെ ചുമക്കുവാൻ ഒരു സർവശക്തനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ അധികാരപത്രം വാങ്ങിക്കൊണ്ട് ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുവാൻ കടന്നുപോയ ശൗലിനെ കർത്താവൊന്ന് തൊട്ടു. പ്രൈസ് ദി ലോർഡ്. എന്താണ് സംഭവിച്ചത്? ഹല്ലേലൂയ. തൻ്റെ കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടു. ഉടൻ താൻ ചോദിക്കുന്നു. ഹല്ലേലൂയ. ചിലർ പറയും തൊട്ടാൽ അറിയുമെന്ന്. അത് സത്യമാ. തൊട്ടപ്പോൾ താൻ അറിഞ്ഞു. താൻ ഉടനെ ചോദിക്കുക, നീ ആരാകുന്നു കർത്താവേ? പ്രൈസ് ദി ലോർഡ്. നീ ശൗലിന് മനസ്സിലായി കർത്താവ് തന്നെയാണ് ഉപദ്രവിച്ചതെന്ന്. അപ്പോൾ കർത്താവ് പറയുന്നു, നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു ഞാൻ. പ്രൈസ് ദി ലോർഡ്. ആകയാൽ എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, ഹല്ലേലൂയ, ആരും ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കരുത്, അപമാനപ്പെടുത്തരുത്. കാരണം എന്താണെന്ന് അറിയാമോ? അവരുടെ കൈവശം അഭിഷേകത്തിന്റെ ശക്തി ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. അവരെ ഒരു ശക്തിക്കും ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. അഭിഷേകത്തിന്റെ ശക്തി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പുഷ്ടി അവരുടെ കയ്യിലുണ്ട്. ദൈവമക്കളെ, അവരുടെ കൈവശമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ചില നേരങ്ങളിൽ ഒരുപക്ഷെ അവർ വിചാരിക്കും, അവരൊന്ന് അപമാനപ്പെടുത്തുമ്പോൾ വാക്കുകൾ കൊണ്ടോ പ്രവർത്തികൾ കൊണ്ടോ അവരെ ഏതെങ്കിലും തരത്തിൽ ഒന്ന് അപമാനിക്കുമ്പോൾ ശരി, എല്ലാം ശരിയായി പോയി എന്ന് നിങ്ങൾ മിടുക്കന്മാരാന്ന് വിചാരിക്കും. പക്ഷേ ഒരു കാര്യം പറയട്ടെ, അവർ ഈ പുസ്തകത്തെ ചുമക്കുന്നത് വരെ അവരുടെ കൈവശം അഭിഷേകത്തിന്റെ പുഷ്ടിയുണ്ട്, അഭിഷേകത്തിന്റെ ശക്തിയുണ്ട്. ഒരു ശക്തിക്കും അവരെ അസയ്ക്കാൻ പോലും, തമിഴ് പറഞ്ഞാൽ അസയ്ക്കുക എന്നാ പറയുന്നത്, ദൈവമക്കളെ തൊടുവാൻ ടച്ച് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് അറിയാമോ? ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇവിടെ നാം വളരെ പെട്ടെന്ന് ഞാൻ കടന്നു വരട്ടെ, സമയപരിധി ഉണ്ടല്ലോ. ഹല്ലേലൂയ. ശൗൽ പൗലോസായി മാറുകയാ. പ്രൈസ് ദി ലോർഡ്. ശൗൽ പൗലോസായി മാറുകയാ. ദൈവമക്കളെ, ഈ ലോകത്തിലെ ധനം അത് ഛേദമായി എണ്ണിക്കൊണ്ട് പൗലോസ് പറയുന്നു, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ജീവിക്കുന്നെങ്കിൽ ക്രിസ്തുവിനായി ജീവിക്കും, ഞാൻ മരിക്കുന്നു എങ്കിൽ ഞാൻ എൻ്റെ ദൈവത്തിനായി മരിക്കുമെന്ന്. ഇതാണ് പ്രിയരെ ഏറിയ വിശ്വാസം, ഏറിയ ഉറപ്പെന്ന് പറയുന്നത്. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നു? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ. ദൈവമക്കളെ, ചെറിയ പ്രാർത്ഥന കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുക്കിയില്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പൗലോസിൽ വ്യാപരിച്ചിരുന്ന അഭിഷേകത്തിന്റെ ശക്തി, ഹല്ലേലൂയ, കാരാഗ്രഹം, ഹല്ലേലൂയ, എന്ന നുഖത്തെ ഹല്ലേലൂയ തകർത്ത് ചങ്ങലയുടെ കെട്ടുപൊട്ടിച്ച് കാരാഗ്രഹ പ്രമാണിയുടെ കുടുംബത്തെയും ദൈവത്തിങ്കിലേക്ക് എത്തിക്കുവാൻ കഴിഞ്ഞു. ഇതാണ് അഭിഷേകത്തിന്റെ ശക്തി. പ്രൈസ് ദി ലോർഡ്. ആകയാൽ ഈ സന്ധ്യവേളയിൽ എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരി, ഹല്ലേലൂയ, കർത്താവിന്റെ വരവ് സമീപമായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കാലങ്ങൾ ഇനി ഏറെ ഇല്ല. ഹല്ലേലൂയ. കർത്താവിന്റെ കാഹളത്തിന്റെ ധ്വനി കേൾക്കുന്ന ആ നിമിഷങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ട്. ആകയാൽ കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവ പൈതലേ, അഭിഷേകത്തിന്റെ ശക്തി നിന്നിൽ വ്യാപരിച്ചിട്ടില്ല എങ്കിൽ ഇപ്പോൾ ഈ നിമിഷം തന്നെ പ്രൈസ് ദി ലോർഡ് കർത്താവിന്റെ സന്നിധിയിലേക്ക് നിങ്ങളെ ഒന്ന് താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കുമോ? മുഖത്തെ തകർക്കുന്ന അഭിഷേകത്തിന്റെ ശക്തിക്കായി ഈ നാളുകളായി നമുക്ക് പ്രാർത്ഥിക്കാം, ഉപവസിക്കാം, കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കാം. പ്രിയരെ, നമ്മുടെ ദേശത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദേശനിവാസികൾക്കായി പ്രാർത്ഥിക്കാം, അധികാരികൾക്കായി പ്രാർത്ഥിക്കാം. നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദിനംതോറും യേശുവിനെ അറിയാതെ മരിച്ചുകൊണ്ടിരിക്കുന്ന അനേകായിരങ്ങൾ, ദൈവമക്കളെ, അങ്ങനെയുള്ള പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഈ നാളുകളായി പ്രൈസ് ദി ലോർഡ് നാം അനുഭവിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തി, ഹല്ലേലൂയ, അവരിലേക്കും കടന്നു ചെല്ലേണ്ടതിനായി നമുക്ക് ദേശനിവാസികൾക്കായി, ജനങ്ങൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദാവീദിന്മേൽ ദൈവത്തിന്റെ ശക്തി അഥവാ പുഷ്ടി ഉണ്ടായിരുന്നത് കൊണ്ട് പ്രൈസ് ദി ലോർഡ് ദാവീദ് ഒരു ചെറിയ കല്ലെടുത്ത് ആ ഗോലിയാത്ത് എന്ന മല്ലനെ എറിഞ്ഞപ്പോൾ താൻ ഹല്ലേലൂയ താൻ താഴെ വീഴുകയുണ്ടായി, മരിക്കുകയുണ്ടായി. ജീവിക്കുന്ന ദൈവ പൈതലേ, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, നിന്റെ കൈവശമുള്ള പുഷ്ടി അഥവാ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ ഹല്ലേലൂയ ദിനംതോറും നീ പുതുക്കം പ്രാപിച്ചുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ
ആയിരിക്കണമേ. ഹല്ലേലൂയ. നീ രക്ഷിക്കപ്പെട്ട നാളിൽ നിനക്കുണ്ടായിരുന്ന അഭിഷേകമല്ല, പ്രൈസ് ദി ലോർഡ്, നീ ദിനംതോറും ക്രിസ്തുവിൽ വളരുന്നവനായി മാറണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര പേർ ഈ സന്ധ്യവേളയിൽ കർത്താവിന്റെ സന്നിധിയിൽ നിങ്ങളെ ഒന്ന് താഴ്ത്തി ഏൽപ്പിക്കുവാൻ നിങ്ങൾക്ക് കഴിയും? ദൈവ പൈതലേ, ആ കർത്താവിങ്കിലേക്കൊന്ന് സമർപ്പിച്ചു കൊടുക്കുമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ മക്കളെ, ഹല്ലേലൂയ. അടുത്തതായിട്ട് നാം ചിന്തിച്ചത് ശിംശോനെ കുറിച്ചാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശിംശോൻ, പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ കേട്ടുവല്ലേ ദൈവ മക്കളെ, ഫെലിസ്ത്യരെ ഒരു കഴുതയുടെ താടിയെല്ലുകൊണ്ട് കുന്ന് 1, കുന്ന് 2 എന്ന് പറഞ്ഞ് 1000 പേരെ സംഹരിക്കുവാൻ ഒരു മനുഷ്യന് കഴിഞ്ഞു എങ്കിൽ അഭിഷേകത്തിൻ്റെ ശക്തി, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, കാരാഗ്രഹത്തിലും അഭിഷേകത്തിൻ്റെ ശക്തി നിങ്ങൾ കണ്ടുവല്ലോ. പ്രൈസ് ദി ലോർഡ്. ഒരു ചെറിയ പ്രാർത്ഥന, ഒരു ചെറിയ പാട്ട് മാത്രം മതി. അഭിഷേകത്തിൻ്റെ ശക്തിയാൽ നിറയപ്പെട്ട ഒരു വ്യക്തിയെങ്കിൽ നിശ്ചയമായും നിന്റെ പ്രാർത്ഥന മതി. ഹല്ലേലൂയ. നീ ആയിരിക്കുന്ന മണ്ഡലങ്ങളിൽ, നീ ആയിരിക്കുന്ന സ്ഥാനത്ത് അഭിഷേകത്താൽ നീ നിറഞ്ഞ് പ്രാർത്ഥിക്കുന്നു എങ്കിൽ നിശ്ചയമായും വൻ കാര്യങ്ങൾ, വലിയ വലിയ അത്ഭുത പ്രവർത്തികൾ ഈ നാളുകളായി നിനക്ക് കാണുവാൻ കഴിയും. ദൈവജനമേ, ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവിൻ്റെ സന്നിധിയിലേക്കും ഏൽപ്പിച്ചു കൊടുക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ മേലുള്ള എല്ലാ മുഖങ്ങളും അത് ഉടയും, എല്ലാ മുഖങ്ങളും തകർത്തെറിയപ്പെടും. ദൈവമക്കളെ, പ്രാർത്ഥന എന്ന ശക്തി, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അഭിഷേകത്തിൻ്റെ ശക്തി, പുഷ്ടി നമ്മുടെ മേൽ വരട്ടെ. അതിനുവേണ്ടി ദൈവകരങ്ങളിൽ നമ്മളെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്. ആകയാൽ കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, ഹല്ലേലൂയ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എന്നോട് ചേർന്ന് നിങ്ങളായിരിക്കുന്ന സ്ഥാനത്തിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുമോ? കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മളെ ഒന്ന് സമർപ്പിച്ച് കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, കർത്താവേ, മുഖത്തെ തകർക്കുന്ന അഭിഷേകത്തിൻ്റെ ശക്തിക്കായി പ്രൈസ് ദി ലോർഡ് കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിക്കും. ദിനംതോറും അഭിഷേകത്തിൽ വളരുന്നവരായി തീരുവാൻ പ്രൈസ് ദി ലോർഡ് കർത്താവ് ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലോകം ഞങ്ങൾക്ക് സമാധാനം തരികയില്ല. ഈ ലോകത്തിൽ ഞങ്ങൾക്ക് സന്തോഷമില്ലപ്പാ. അഭിഷേകത്തിൻ്റെ ശക്തിയില്ല എങ്കിൽ ഞങ്ങൾ തകർന്നു പോകുമപ്പാ. ഓരോ വ്യക്തി ജീവിതങ്ങളിലും ദൈവത്തിൻ്റെ ശക്തി, ആ പുഷ്ടി, പരിശുദ്ധാത്മാവ് സകലരുടെ മേലും വ്യാപരിക്കട്ടെ എന്നോർത്ത് പ്രാർത്ഥിക്കും. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. അപ്പാ, സകലതിലും ഞങ്ങളെ അനുഗ്രഹിച്ചാട്ടെ, മാനിച്ചാട്ടെ. ഈ വചനം എല്ലാവർക്കും അനുഗ്രഹമായിരുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ഉറയ്ക്കുന്നു. വിശ്വാസത്തിൽ നിലനിർത്തണമേ അപ്പാ. സകലതും ഞങ്ങൾക്കായി ജീവന് വെടിഞ്ഞ അരുമരക്ഷകന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, ഹല്ലേലൂയ. മുഖത്തെ തകർക്കുന്ന അഭിഷേകം, ആ അഭിഷേകത്തിൻ്റെ ശക്തി സകലരിലും വ്യാപരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദിനംതോറും പ്രൈസ് ദി ലോർഡ് നാം ക്രിസ്തുവിൽ വളരുന്നവരായി മാറണം. ദൈവമക്കളെ, ഇന്ന് മുതൽ ഈ വരുന്ന 10 ദിവസവും കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസി ദാസന്മാരുടെ അനുഗ്രഹമേറിയ നല്ല സന്ദേശമാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഓരോ ദിവസവും അത് നഷ്ടമാക്കരുത്. അഭിഷേകത്തിൻ്റെ ശക്തിയാൽ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ വ്യാപരിക്കപ്പെട്ട ദൈവദാസന്മാരുടെ, ദൈവദാസിമാരുടെ സന്ദേശങ്ങളാണ് നിങ്ങൾക്ക്, ഹല്ലേലൂയ, നിങ്ങൾക്ക് ഓരോ ദിവസവും ലഭിക്കാൻ പോകുന്നത്. ആരും തന്നെ നഷ്ടമാക്കരുത്. എല്ലാവരും കൃത്യസമയം 6 മണിക്ക് തന്നെ നമ്മുടെ റോസ് ഫാമിലിയുടെ പ്രൈസ് ദി ലോർഡ് ഗ്രൂപ്പിലേക്ക് നിങ്ങൾ കടന്നു വരിക. കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ആരെങ്കിലും നിരാശയോടെ, ദുഃഖത്തോടെ, വേദനയോടെ, കുടുംബജീവിതത്തിൽ സമാധാനമില്ലാത്തവരായി, സന്തോഷമില്ലാത്തവരായി ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ, യേശുവിനെ അറിയാത്ത ആരെങ്കിലും വ്യക്തികൾ ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നു എങ്കിൽ നിശ്ചയമായി കർത്താവിലേക്ക് നിങ്ങളൊന്ന് മടങ്ങുക. എന്നെ സന്തോഷിപ്പിക്കുന്ന, എൻ്റെ ജീവിതത്തെ സന്തോഷത്തിലേക്ക് എത്തിക്കുന്ന ഒരു അരുമനാഥൻ
നിങ്ങൾക്കുമുണ്ട്. ആ കർത്താവിലേക്ക് നിങ്ങളെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കുമോ? ദൈവമക്കളെ, സ്ക്രീനിൽ നിങ്ങൾക്കൊരു നമ്പറുണ്ട്. ആ നമ്പർ എടുത്ത് നിങ്ങൾ പ്രാർത്ഥനാ വിഷയങ്ങളുള്ളവർ അറിയിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ റോസ് ഫാമിലിക്ക് ഒരു നല്ല പ്രാർത്ഥനാ ഗ്രൂപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ആ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ഹല്ലേലൂയ ഏത് നേരവും എനി ടൈം പ്രൈസ് ദി ലോർഡ് ദൈവദാസി ദാസന്മാർ, അനുഗ്രഹിക്കപ്പെട്ട കർത്താവിൻ്റെ സഹോദരിമാർ അവിടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവരും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും ഞങ്ങളുടെ പ്രാർത്ഥനയിലൂടെ ഉണ്ടാകുന്നു. അനേക വിടുതലുണ്ടാകുന്നു. അനേകർക്ക് സാക്ഷ്യം പറയുവാനുണ്ടാകുന്നു. ദൈവമക്കളെ, ആകയാൽ നിങ്ങൾ ആ നമ്പർ എടുത്ത് നിങ്ങൾ അത് ഉപയോഗിക്കുക, പ്രാർത്ഥിക്കുക. ഞങ്ങളോടൊപ്പം പ്രാർത്ഥനയോടുകൂടി നിങ്ങൾ സഹകരിക്കുക. ദൈവമായ കർത്താവ് ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, മുഖത്തെ തകർക്കുന്ന അഭിഷേകത്തിൻ്റെ ശക്തിയാൽ സകലരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് വാഴ്ത്തി അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാനിവിടെ വിരാമമിടുന്നു. ദൈവമായ കർത്താവ് സകലരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. God bless you all. Praise the Lord.